അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫ്രീ വില്ലും പ്രീഡെസ്റ്റിനേഷനും ഇത് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് പലരും ഡിസ്കസ് ചെയ്യുന്ന വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. മതവിശ്വാസികൾക്കിടയിൽ മാത്രമല്ല, ഇവൻ നിരീശ്വരവാദികളായിട്ടുള്ള ഫിലോസഫേഴ്സിൻ്റെ ഇടയിൽ പോലും വളരെ നൂറ്റാണ്ടുകളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതായത് മനുഷ്യന് ഫ്രീ വിൽ ഉണ്ടോ, അക്കൗണ്ടബിലിറ്റി ഉണ്ടോ, അതോ എല്ലാം പ്രീഡിറ്റർമൈൻഡ് ആണോ എന്നുള്ള വിഷയം. പിന്നെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും സ്വർഗവും നരകവും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലോകവീക്ഷണത്തിൽ എല്ലാത്തിൻ്റെയും ഉത്തരവാദി, നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെ ഉത്തരവാദി മനുഷ്യനാണോ അതോ ദൈവമാണോ എന്നുള്ളൊരു ചോദ്യമാണ് സാധാരണഗതിയിൽ ഉയർന്നു വരാറുള്ളൊരു ചോദ്യം. ഈ ഒരു വിഷയത്തെപ്പറ്റി തന്നെ ഒരുപാട് പേര് ഇതിനു മുമ്പ് ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. അതേ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം, അക്കൗണ്ടബിലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യർക്ക് ദൈവത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണോ, അതോ മനുഷ്യർക്ക് മനുഷ്യന്മാരെല്ലാവരും നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടബിലിറ്റി കാണുന്നത് ആ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണോ? കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് ആൻ ഇക്വിക്കേഷൻ ഗോയിങ് ഓൺ ഹിയർ. ദിസ് ഇസ് എ ഫോൾസ് ഇക്വലൻസി ഫാലസി. ദർ ഇസ് ആൻ ഇക്വലൻസി ബിറ്റ്വീൻ ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് ഡിവൈൻ അക്കൗണ്ടബിലിറ്റി ഗോയിങ് ഓൺ ഹിയർ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു ഡിവൈൻ അക്കൗണ്ടബിലിറ്റി ഹ്യൂമൻ ബീങ്സിനുണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഇസ്ലാമിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇങ്ങനെ വാദിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസിലും നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ പവറാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ദൈവം കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ആരും ഇവിടെ പറയുന്നില്ല നമ്മളൊരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ ആക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും, ഈവൻ അവിടെയുള്ള നാച്ചുറൽ ലോസ് അടക്കം നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ? ഇല്ല. ഈവൻ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ദൈവമൊന്നും ഇല്ലാത്തൊരു ഒരു ഒരു വേൾഡ് എടുത്തു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഏത്തിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരാളൊരു മർഡർ നടത്തുകയാണ്, ഒരാൾ ഒരു കത്തി വെച്ചിട്ട് ഒരാളെ കൊല്ലുവാണ്. ഓക്കെ, അപ്പോൾ ഒരു ഏത്തിസ്റ്റിക് വേൾഡിൽ, ദൈവമൊന്നും ഇല്ലാത്തൊരു വേൾഡിൽ എങ്ങനെയാണ് അയാളുടെ ആക്ഷൻ അക്കൗണ്ടബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? അയാളാണ് അവിടുത്തെ നാച്ചുറൽ ലോസ് മുഴുവൻ കൺട്രോൾ ചെയ്തത് എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല. അപ്പം അയാൾ കൊന്നില്ലെങ്കിലും അവിടുത്തെ നാച്ചുറൽ ലോസ് അയാളല്ല കൺട്രോൾ ചെയ്യുന്നത്. അയാൾ കൊന്നാലും നാച്ചുറൽ ലോസ് അയാളല്ല കൺട്രോൾ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ വി വിൽ സേ ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ആക്ഷൻ ഓഫ് മർഡർ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഓൾ അഗ്രി, വി ഓൾ ഹാവ് ആൻ ഇൻറ്റ്യൂട്ടീവ് ബിലീഫ് ദാറ്റ് വിതിൻ ദോസ് ലിമിറ്റേഷൻസ്, ആ ഒരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഹി ഹാസ് എ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് ഇൻഫ്ലുവൻസ്. അയാൾക്ക് അവിടെ രണ്ട് ഓൾട്ടർനേറ്റീവ്സിൽ ചൂസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി, അയാൾക്കൊരു അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു കഴിവ് അയാൾക്കുണ്ട് എന്നും, അതുപോലെ ആ ഒരു ചോയ്സിനനുസരിച്ച്, ആ ഒരു ഇൻറ്റൻഷൻ അനുസരിച്ച് ആക്ട് ചെയ്യാനുള്ളൊരു എബിലിറ്റിയും അയാൾക്കുണ്ട്. ഇത് നമ്മൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അയാളൊരു ക്രൈം ചെയ്യുമ്പോൾ അയാൾ അതിന് റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ അയാൾ അതിന് അക്കൗണ്ടബിൾ ആണ് എന്ന് നമ്മൾ വാദിക്കുന്നത്. നാച്ചുറൽ ലോ നമുക്ക് മാറ്റാൻ കഴിയില്ല, ഈ അൾട്ടിമേറ്റ് ഫാക്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തിനാണ് ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലോ നമ്മൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മളവിടെ വി ഓൾ അഗ്രി by intuition, we all have a grand intuition, a collective intuition that human beings have something called free will, or at least ഒരു ലിമിറ്റഡ് ഡിഗ്രി എങ്കിലും ഹ്യൂമൻ ബീങ്സിന് തൻ്റെ ആക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഫ്രീ വിൽ ഉണ്ട് എന്ന് നമ്മൾ വി ഓൾ ഹാവ് ആൻ ഇൻറ്റ്യൂഷൻ. അത് ദൈവമില്ലാത്തൊരു വേൾഡിൽ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പം ഇതേ കാര്യം നമ്മളുടെ ഈ ഒരു ദുനിയാവിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഓരോ ദൈനംദിന ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അക്കൗണ്ടബിലിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നു, ഇതേ അക്കൗണ്ടബിലിറ്റി തന്നെയാണ് നമ്മൾ ആഫ്റ്റർ ലൈഫിൻ്റെ കാര്യത്തിലും പറയുന്നുള്ളൂ. അതല്ലാതെ ആഫ്റ്റർ ലൈഫിൻ്റെ കേസിൽ വരുമ്പോൾ മാത്രം നമുക്കൊരു ഡിവൈൻ അക്കൗണ്ടബിലിറ്റി, നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചാൽ മാത്രമേ നമ്മൾ അതിന് അക്കൗണ്ടബിൾ ആവൂ എന്നാരും പറയുന്നില്ല. ഇപ്പം അങ്ങനെ നമുക്കൊരു വാദം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇസ്ലാമിൽ നിന്ന് അത് കാണിക്കണം. ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഇസ്ലാമിൻ്റെ റെവലേഷനിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു വാദമുണ്ട്. അതായത് നമ്മൾ അക്കൗണ്ടബിൾ, നമ്മുടെ ഫ്രീ വില്ല് ദൈവത്തിൻ്റെ ഫ്രീ വില്ല് പോലെയാണ് എന്ന് തെളിയിക്കാൻ പാടുന്നുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കാണിച്ചു തരണം. പക്ഷെ ഞങ്ങൾക്ക് അതിനെ കോൺട്രാക്ട് ചെയ്യുന്ന, അതായത് ദൈവത്തിൻ്റെ വില്ല് പോലെ അല്ല ഹ്യൂമൻ വില്ല് ദൈവത്തിൻ്റെ വില്ലിന് സബ്മിസീവ് ആണ് എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അതായത് അള്ളാഹു ഉദ്ദേശിച്ചല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. അള്ളാഹുവാണ് സർവചരാചരങ്ങളുടെയും നാഥൻ. ഇസ്ലാമിക് വ്യൂ പ്രകാരം തന്നെ ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റിയും ഡിവൈൻ അക്കൗണ്ടബിലിറ്റിയും സെപ്പറേറ്റ് ആണെന്നുള്ളത് ഇസ്ലാം തന്നെ കട്ട് ആൻഡ് റൈറ്റ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഇസ്ലാമിനകത്തുള്ളൊരു ഇൻറ്റേർണൽ
ഇൻകൺസിസ്റ്റൻസിയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് സാധിക്കില്ല. കാരണം നമ്മൾ വാദിക്കുന്നില്ല ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റിയും ഡിവൈൻ അക്കൗണ്ടബിലിറ്റിയും സെയിം ആണെന്ന് നമ്മൾ വാദിക്കുന്നില്ല. നമ്മൾ ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റിക്ക് നമ്മളൊരു ഒരു മീനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേ മീനിങ് തന്നെ നമ്മൾ ഹിയർ ആഫ്റ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രശ്നം. അതായത് ദർ ഇസ് ആൻ ഇക്വിക്കേഷൻ ഗോയിങ് ഓൺ ബിറ്റ്വീൻ ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് ഡിവൈൻ അക്കൗണ്ടബിലിറ്റി. ഇനി വേണമെങ്കിൽ ചിലർക്ക് വേണമെങ്കിൽ ഇങ്ങനെ വാദിക്കാം, അതായത് ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങളാരും പറയുന്നില്ല, ഞങ്ങൾ ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി ഇല്ലയെന്ന് ഞങ്ങൾ ഓൾറെഡി കൺസീഡ് ചെയ്യുകയാണ്. ഞങ്ങളാകെ പറയുന്നത് എന്താ, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അക്കൗണ്ടബിലിറ്റി കിടക്കുന്നത് ഗോഡിലാണ്. കാരണം ഗോഡാണ് ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഗോഡ് ആ ചെയ്യുന്ന കാര്യം ഇമ്മോറലാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം. പക്ഷേ ഇങ്ങനെ വാദിക്കുമ്പോഴൊരു പ്രശ്നം, ഇന്നത്തെ പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നിങ്ങൾക്ക് ഇത്രേ പറയാൻ സാധിക്കുള്ളൂ. അതായത് ഞങ്ങൾക്ക് ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി എന്നൊരു പറഞ്ഞ സംഗതിയില്ല, ഗോഡാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഡിറ്റർമൈൻ ചെയ്തത്, അത്രയും വരെ ഓക്കെ. പിന്നെ അതിനപ്പുറത്ത് ഗോഡാ ചെയ്യുന്ന കാര്യം ഇമ്മോറലാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കാത്തത്? കാരണം ഹൗ ഡു യു നോ വെദർ സംതിങ് ഈസ് റൈറ്റ് ഓർ റോങ് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ വരും. ഒബ്ജക്റ്റീവ് മൊറാലിറ്റി നിങ്ങൾ എങ്ങനെയാണ് ഗ്രൗണ്ട് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫ്രീ വില്ലിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്തു, ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റിയെ നിങ്ങൾ റിജക്റ്റ് ചെയ്തു. പിന്നെ എന്താണ് ഈ ഒരു കാര്യം ഇമ്മോറലാണ്, അതിനെ നിങ്ങൾ എങ്ങനെ ഗ്രൗണ്ട് ചെയ്യും? ഇനി ഇസ്ലാമിനകത്തുള്ള എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസിയാണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അവിടെയും നിങ്ങളുടെ സമയം പരാജയപ്പെടും. എന്താണ് അതിന് കാരണം? കാരണം ദൈവമാണ് ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. വി ഓൾറെഡി സ്റ്റേറ്റ് ദാറ്റ്. അതേപോലെ തന്നെ റൈറ്റ് ആൻഡ് റോങ്ങും ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന ഗോഡിലാണ്. ഇഫ് സംതിങ് ഹാസ് ടു ബി റൈറ്റ് ഓർ റോങ്, ദെൻ ഇറ്റ് ഹാസ് ടു ബി ഡിസൈഡഡ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡിറ്റർമൈൻഡ് ബൈ ഗോഡ്. അപ്പോൾ രണ്ടും, എവറിത്തിങ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഗോഡ്, ഈവൻ ദ മൊറാലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഗോഡ്. ഓക്കെ, ദർ ഇസ് നോ ഇൻകൺസിസ്റ്റൻസി ദർ. അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നില്ല. ദൈവം ചെയ്ത് ഇമ്മോറൽ ആണെന്നുള്ളത് ഇസ്ലാമിക് വ്യൂ പ്രകാരം വരുന്നില്ല. ദർ ഇസ് നോ ഇന്റേണൽ, യു കനോട്ട് മേക്ക് ആൻ ഇന്റേണൽ ക്രിറ്റിക് ദർ. പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അതിന് എക്സ്റ്റേണലായിട്ട് നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ഹൈ ഗ്രൗണ്ട് ഉണ്ട്, ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണിക്കണം. അതും നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. കാരണം നിങ്ങൾ യു ഹാവ് ഓൾറെഡി റിജക്റ്റഡ് ദ ഫ്രീ വിൽ. ഒരുപാട് മനുഷ്യന്മാർ വളരെ സ്ട്രോങ്ങർ ഇൻറ്റ്യൂഷനായിട്ട് അവർക്കുള്ളൊരു ഫ്രീ വിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓൾറെഡി റിജക്റ്റ് ചെയ്തു. അതുപോലെ എല്ലാ മനുഷ്യന്മാർക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷനാണ് ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അക്കൗണ്ടബിൾ ആണെന്നുള്ളത്, അതും നിങ്ങൾ റിജക്റ്റ് ചെയ്തു. ഇത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മോറൽ ഇൻറ്റ്യൂഷൻസ് അത് ഒബ്ജക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? എന്ത് എപ്പിസ്റ്റമിക് ഹൈ ഗ്രൗണ്ട് ആണുള്ളത്? എന്ത് പ്രത്യേക വാല്യൂ ആണ് അതിനുള്ളത്? ഇനി നമ്മളുടെ ഇൻറ്റ്യൂഷൻസിൻ്റെ കൺസെൻസസ് മനുഷ്യന്മാരെങ്ങനെ എഗ്രി ചെയ്യുന്നു എന്നുള്ള വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മോറൽ ഇൻറ്റ്യൂഷനേക്കാളും വളരെയധികം സ്ട്രോങ്ങർ ആയിട്ട്, വളരെയധികം കൺസെൻസസ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഇൻറ്റ്യൂഷനാണ് ഫ്രീ വിൽ അല്ലെങ്കിൽ ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. വളരെയധികം ന്യൂനപക്ഷം മാത്രം, ഇപ്പോൾ ഈ നൈഹിലിസ്റ്റുകളെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മോറൽ സ്കെപ്റ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു ഓവർവെൽമിംഗ് മെജോറിറ്റി എഗ്രി ചെയ്യുന്ന, ഞങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഇൻറ്റ്യൂഷനാണ് ഫ്രീ വിൽ ഉണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്നുള്ളത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷനാണ് നിങ്ങൾ റിജക്ട് ചെയ്യുന്നത്. പകരം നിങ്ങൾ കൊണ്ടുവരുന്നത് എന്താ? നിങ്ങളുടെ മോറൽ ഇൻറ്റ്യൂഷൻ. ഈ മോറൽ ഇൻറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലോ എല്ലാ മനുഷ്യന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസഗ്രി ചെയ്യുന്ന, എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്ന് പറയുന്ന കാര്യത്തിൽ ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. മൊറാലിറ്റി തന്നെ ഇല്ല എന്ന് പറയുന്നവരുണ്ട്, മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്, അതുപോലെ മൊറാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് ആണെന്ന് പറയുന്നുണ്ട്, അതുപോലെ മൊറാലിറ്റി ഓരോ കൾച്ചറിന് റിലേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മൊറാലിറ്റിയെ കുറിച്ച് തന്നെ പലവിധ കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്രയും കൺസെൻസസ് ഉള്ള ഫ്രീ വില്ലും അക്കൗണ്ടബിലിറ്റിയും ഒഴിവാക്കിക്കൊണ്ട് അതിനെ പാടെ റിജക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മോറൽ ജഡ്ജ്മെന്റ്. അതും പല ആൾക്കാർ തമ്മിൽ ഇത്രയധികം അഭിപ്രായ വ്യത്യാസവും ഇത്രയധികം ഡിസഗ്രിമെന്റുള്ള ഒരു കാര്യത്തിനെ നിങ്ങളുടെ ഒരു ഹൈ ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് ദൈവത്തിന്റെ ആ ഒരു ഡിറ്റർമിനേഷൻ ഇമ്മോറൽ ആണെന്നുള്ളത്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഇൻകൺസിസ്റ്റന്റ്. നിങ്ങൾക്ക് അങ്ങനെ യാതൊരു രീതിയിലും നിങ്ങൾക്ക് വാദിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഫ്രീ വിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ മൊറാലിറ്റി എന്നുള്ള വാക്കിന് തന്നെ പിന്നെ എന്താണ് പ്രസക്തി? കാരണം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ അക്കൗണ്ടബിൾ അല്ല. പിന്നെ ഒരു മോറൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, ഒരു ലോ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റോങ്, ദിസ് ഇസ് റോങ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നു. വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് ദാറ്റ്? ബിക്കോസ് യു ഓൾറെഡി ഡോണ്ട് ഹാവ് എനി ചോയ്സ് ടു ഡു ദാറ്റ്. നിങ്ങൾക്കത് ചെയ്യാനുള്ള കഴിവില്ല. മാക്സിമം നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? ദിസ് ഹാപ്പൻഡ്, something happened, it happened that way, it didn't happen, something happened or didn't happen. ഇത് മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ഒരു കാര്യം നടന്നു അല്ലെങ്കിൽ നടന്നില്ല, ഇത് മാത്രമേ നിങ്ങൾക്ക് കൊണ്ട് പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു കാര്യം ചെയ്യണ്ട ഇത് പറയാൻ നിങ്ങൾക്ക് കൊണ്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മോറലാണ് ഇമ്മോറൽ ആണെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. ഇറ്റ് ഡസന്റ് ഹാവ് എനി ഒബ്ജക്റ്റീവ് ഗ്രൗണ്ട്.
അപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ ഇസ്ലാമിനകത്തുള്ള ഒരു ഇൻകൺസിസ്റ്റൻസി കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അതല്ല, അതിനേക്കാളും അതിനെ കവച്ചു വെക്കുന്ന രീതിയിലൊരു ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നതെങ്കിലും, രണ്ട് രീതിയിലും യു ഡോണ്ട് ഹാവ് എനി ഗ്രൗണ്ട് to say that something is moral or immoral. The maximum you can say is that it is that way, it is the way it is, or it is not the way it is. ഇത് മാത്രമേ നിങ്ങൾ കൊണ്ട് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല, പക്ഷേ മോറൽ ജഡ്ജ്മെന്റ് നിങ്ങൾ നടത്തുമ്പോൾ ഒരു പ്രശ്നം. നേരത്തെ നമ്മൾ സംസാരിച്ചത് പ്രീഡെസ്റ്റിനേഷനും അതുപോലെ മൊറാലിറ്റീനെയും സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രീഡെസ്റ്റിനേഷനും ജസ്റ്റിസും തമ്മിലുള്ളൊരു കണക്ഷനാണ്. അതായത് ഒരു കാര്യം പ്രീഡിറ്റർമൈൻഡ് ആണ് എന്നുള്ളതും ആ കാര്യം ജസ്റ്റിസ് ആണ് എന്നുള്ളതും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും റിലേഷൻഷിപ്പ് എന്താണ്, ഇതാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയാറുള്ള ഒരു ഉദാഹരണം തന്നെ നമുക്ക് ഇവിടെ എടുക്കാം, ഒരു എക്സാമിനേഷൻ്റെ ഉദാഹരണം. അതായത് there's an examination going on, അല്ലെങ്കിൽ there's a test. ആ ടെസ്റ്റിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്, ചില കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. സോ ദ സ്റ്റുഡൻസ് ആർ എക്സ്പെക്ടഡ് ടു സ്റ്റഡി ദ മെറ്റീരിയൽസ്, they are expected to follow the rules and regulations, and they are expected to follow the code of conduct when they are attending the exam. Okay, പിന്നെ എല്ലാത്തിനും ശേഷം ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യും. ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദാറ്റ് റിസൾട്ട് ഈസ് ബൗണ്ട് ടു ഹാപ്പൻ, അല്ലെ? അതാണ് നമ്മൾ പ്രീ ഡിറ്റർമിനേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണ്. അതായത് ഓരോ സ്റ്റുഡൻസിന്റെ പേരുണ്ടാവും, പിന്നെ അവർ പാസ്സായോ ഫെയിലായോ എന്നുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും. എന്തായാലും പ്രീ ഡിറ്റർമൈൻഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ബൗണ്ട് ടു ഹാപ്പൻ ദാറ്റ് വേ. ഇനി നമ്മൾ എല്ലാ ഫാക്ടേഴ്സ് നമ്മൾ ഒഴിവാക്കുകയാണ്. അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ ഫാക്ടേഴ്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു ലിസ്റ്റിനെ മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണ്. അതായത് സ്റ്റുഡൻസിന്റെ പേരും അവരുടെ സ്റ്റാറ്റസും അവരുടെ ടെസ്റ്റ് റിസൾട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലിസ്റ്റ് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? പാസ് ഫെയിൽ ഫെയിൽ പാസ് 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 ഫെയിൽ ഫെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാസും ഫെയിലും വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ മറ്റെല്ലാ ഫാക്ടേഴ്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് ആ ഒരു റിസൾട്ടിനെ മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ തോന്നാം? റാൻഡം ആയിട്ടുള്ളൊരു സീക്വൻസ് ആയിട്ടാണ് നമുക്ക് തോന്നുക, അല്ലേ? നമ്മളിവിടെ സംസാരിക്കുന്നത് സ്റ്റുഡൻസ് നേരാവണ്ണം പഠിച്ചു, ഒരു സബ്ജക്റ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്തു, അവർ നേരാവണ്ണം അപ്പിയർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ വന്നിട്ടുള്ള റിസൾട്ടിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് ഫോളോ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും. അതുപോലെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വിൽ അപ്പിയർ ആസ് എ ലിസ്റ്റ് ഓഫ് പാസ് ആൻഡ് ഫെയിൽ സീക്വൻസസ്. ഓക്കെ, ഇതൊരു സിനാരിയോ. ഇനി നമുക്ക് വേറൊരു സിനാരിയോ എടുക്കാം. ഈ രണ്ടാമത്തെ സിനാരിയോയിൽ സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ എല്ലാ റൂൾസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സ്റ്റുഡൻസ് എങ്ങനെയാണോ പെർഫോം ചെയ്തത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടെസ്റ്റിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ്ലി റാൻഡമാണ്. അതായത് ഇറ്റ്സ് ജസ്റ്റ് എ സീക്വൻസ് ഓഫ് പാസ് ആൻഡ് ഫെയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇത് ജസ്റ്റ് ആണോ അൺജസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ദിസ് വിൽ ബി അൺജസ്റ്റ് എന്ന് പറയും. അപ്പോൾ സ്റ്റുഡൻസ് അതോറിറ്റിയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തത് എന്ന് അതോറിറ്റിയോട് ചോദിക്കുമ്പോൾ അതോറിറ്റി പറയാണ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ഇറ്റ് ഈസ് റാൻഡം ഓർ നോട്ട് റാൻഡം. ഈ റൂൾ ഫോളോ ചെയ്തില്ല എന്നുള്ള കാര്യം നോക്കണ്ട. റിസൾട്ട് വിൽ ബി പ്രീ ഡിറ്റർമൈൻഡ് എനിവേസ്, ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ടെസ്റ്റ് റിസൾട്ട് ഇറ്റ് വിൽ അപ്പിയർ റാൻഡം. അതൊരു റാൻഡം സീക്വൻസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെ എഴുതിയാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അല്ലേ? ഒരു പാസ് ആൻഡ് ഫെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എഴുതിയാൽ മതി. നമ്മൾ മറ്റ് ഫാക്ടേഴ്സ് ഒന്നും നോക്കുന്നില്ല. ആ ഒരു അവസാനത്തെ ഒരു റിസൾട്ട് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതുകൊണ്ട് ഒരു റാൻഡം ലിസ്റ്റ് എഴുതി എന്ന് വെച്ചിട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് ബി ജസ്റ്റിസ്, അല്ലേ? അതെന്തുകൊണ്ടാണ് ജസ്റ്റിസ് ആവാത്തത്? കാരണം അവിടെ ഒരു റൂൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്ന കാര്യം ഫോളോ ചെയ്യണം, യു ഹാവ് ടു ഫോളോ ദിസ് റൂൾ എന്ന് അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ റൂളുമായിട്ട് ബന്ധമുള്ള റിസൾട്ടേ അല്ല വന്നത്. ഇറ്റ് വാസ് എ റാൻഡം റിസൾട്ട്, അല്ലേ? അപ്പം നമുക്ക് തന്ന പ്രോമിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവിടെ അൺജസ്റ്റ് ആവുന്നത്. അതല്ലാതെ ആ ഒരു റിസൾട്ട് റീഡിറ്റർമൈൻഡ് ആയി എന്നുള്ളത് കൊണ്ടോ ഇറ്റ് ലുക്ഡ് അല്ലെങ്കിൽ ഇറ്റ് അപ്പിയേർഡ് റാൻഡം എന്നുള്ളതുകൊണ്ടോ അല്ല അത് അൺജസ്റ്റ് ആയിട്ട് മാറുന്നത്. നമ്മളോടുള്ള പ്രോമിസ് അവിടെ വയലേറ്റഡ് ആയി എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മളോട് ഇങ്ങനെ പറയാണ് റിസൾട്ട് സെലക്ട് ചെയ്യുന്നത് റാൻഡം ആയിട്ടാണ് എന്ന് ഓൾറെഡി പറയുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെന്ന് പറയാം. ഇപ്പം നമ്മളൊരു ലോട്ടറി ടിക്കറ്റിന്റെ എക്സാമ്പിളൊക്കെ പറയുന്ന പോലെ അവിടെ ഓൾറെഡി ആൾക്കാരോട് പറയുന്നുണ്ട് ദ സെലക്ഷൻ വിൽ ബി റാൻഡം എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു റിസൾട്ട് റാൻഡം ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് പിന്നെയും പറയാം ദ റിസൾട്ട് ഈസ് നോട്ട് അൺജസ്റ്റ് എന്ന് നമുക്ക് പറയാം. പക്ഷേ
അവിടുത്തെ കേസിലും റിസൾട്ട് റാൻഡം ആണെന്ന് പറഞ്ഞിട്ട് അത് എഗ്രി ചെയ്തിട്ട് ഒരാൾ മുമ്പോട്ടേക്ക് വരുവാണ്, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരുവാണ്. എന്നിട്ട് അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് പക്ഷെ വന്നത് എങ്ങനെയാണ്, അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സണ് റിപ്പീറ്റഡ് ആയിട്ട് അയാൾക്ക് മാത്രം ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് റിസൾട്ട് വരുന്നതെങ്കിൽ അവിടെയും പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറയും. കാരണം എന്താ? കാരണം അവിടെ പറഞ്ഞത് എന്താണ്? റിസൾട്ട് റാൻഡം ആയിരിക്കും, ദ സെലക്ഷൻ വിൽ ബി റാൻഡം, ഇറ്റ് വിൽ ബി എ റാൻഡം സെലക്ഷൻ എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എന്ന് ആ കേസിൽ നമ്മൾ പറയും. അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ റിസൾട്ട് അഡ്ജസ്റ്റ് ആയത്? അതവിടെ പ്രീ ഡിറ്റർമിൻഡ് ആയി എന്നുള്ളതുകൊണ്ടാണോ? അല്ല. അല്ലെങ്കിൽ അത് അവിടെ റാൻഡം ആണ് എന്നുള്ളതുകൊണ്ടാണോ? എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ തന്നെ പിന്നെയും സെലക്ട് ചെയ്താലും അത് റാൻഡം ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. പക്ഷേ ഒരു 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 ഫെയർ ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണ് പിന്നെയും അടിക്കാനുള്ള സാധ്യത, ആ ഒരു പ്രോബബിലിറ്റി കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അത് ആ ഒരു പെർട്ടിക്കുലർ കേസിൽ അൺജസ്റ്റ് ആണ് നമ്മൾ പറയും. അപ്പോൾ ഈ രണ്ട് കേസിലും ആ കാര്യം അൺജസ്റ്റ് ആവുന്ന എപ്പോഴാണ്? നമ്മളോട് പറഞ്ഞ പ്രോമിസിനെ വയലേറ്റ് ചെയ്യുമ്പോഴാണ്. ടെസ്റ്റ് എങ്ങനെയായിരിക്കും എന്നാണോ നമ്മളോട് പറഞ്ഞത്, നമ്മൾ അതിനെ എങ്ങനെയാണോ ഫോളോ ചെയ്തത്, ആ ഫോളോ ചെയ്തതിനനുസരിച്ചാണോ റിസൾട്ട് വന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് തന്ന പ്രോമിസിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയും അത് അൺജസ്റ്റ് ആണെന്ന് പറയും. ഇതേപോലെ തന്നെ അൺജസ്റ്റ് ആണെന്ന് നമുക്ക് പറയാവുന്ന മറ്റൊരു സിനാരിയോ ആണ് നമ്മളോട് റൂൾസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതായത് ടെസ്റ്റിന്റെ റിസൾട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ റൂൾ വെച്ചിട്ടാണ്. പക്ഷേ ഈ റൂള് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് ആകെ പറഞ്ഞ എന്താ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ. പക്ഷേ അവസാനം ടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സർട്ടൻ ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് അവരെല്ലാം നോക്കിയത്. പക്ഷേ റൂള് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു കേസിലും ഇറ്റ് വിൽ ബി അൺജസ്റ്റ്. കാരണം നമുക്ക് അവിടെ പറയാം, ഞങ്ങൾക്ക് റൂൾ അറിയില്ലായിരുന്നു, നിങ്ങൾ ഞങ്ങളെ പാസ്സാക്കിയതും ഫെയിലാക്കിയതും ഞങ്ങൾക്ക് അറിയില്ല, എന്തിന്റെ ബേസിലാണ് നിങ്ങൾ ഞങ്ങളെ പാസ്സാക്കിയതെന്നോ ഫെയിലാക്കിയതെന്നോ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു കേസിലും ആ റൂൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമില്ല. പക്ഷെ അവർ ആ ഫൈനൽ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്തത് ആ റൂളിന്റെ ബേസിസിലാണ്. അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളോട് ആ റൂൾ എന്താണെന്ന് പറയണം. അപ്പോൾ റൂൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ദെൻ ദാറ്റ് വിൽ ബി അൺജസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ റിസൾട്ട് മാത്രം എടുത്തു നോക്കാം. അതായത് നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഒരാൾ ഒന്നുകിൽ പാസ്സായി അല്ലെങ്കിൽ ഫെയിൽഡായി, ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒരാൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ഒരു നല്ല കാര്യമാണ് നമ്മൾ പറയാം. പക്ഷെ ഒരാൾ ഫെയിലായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് നെസസറിലി അത് മോശമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാം. ഇല്ല. കാരണം എന്താണ്? കാരണം ഒരാൾ ഫെയിലായി എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഒരു ജഡ്ജ്മെന്റ് മോശമായി എന്നൊന്നും നമ്മൾ പറയില്ല. ആ റൂൾ എന്താണെന്ന് കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് ആ ഒരു ടെസ്റ്റ് അപ്പിയർ ചെയ്യുന്ന ആള് ആ റൂള് ഫോളോ ചെയ്തിട്ടില്ല, അത് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ ഫെയിലാക്കി എന്നുള്ളത് ജസ്റ്റ് ആണെന്ന് നമ്മൾ പറയൂ. കാരണം എന്താ? കാരണം നമ്മളോട് പറഞ്ഞ പ്രോമിസ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അയാളെ ഫെയിലാക്കാതെ അയാളെ പാസ്സാക്കണമെന്നെങ്കിൽ അത് അൺജസ്റ്റ് ആണെന്ന് നമ്മൾ പറയും. അപ്പം അയാളെ പാസ്സാക്കിയാലും ആ കേസിൽ, ആ പർട്ടിക്കുലർ കേസിൽ അത് അൺജസ്റ്റ് ആണെന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? കാരണം നമ്മളോട് പറഞ്ഞ റൂളിനെ അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രോമിസിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അത് നേരാൻ വണ്ണം റൂൾസ് ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരോടുള്ള ഇൻജസ്റ്റിസ് കൂടിയാണത്. ഈ കാരണങ്ങൾ കൊണ്ട് നമ്മളവിടെ പറയും ഫെയിൽ ആവേണ്ട ഒരാളെ പാസ്സാക്കിയാൽ നമ്മൾ പറയും അത് അൺജസ്റ്റ് ആണെന്ന് നമ്മൾ പറയും. ഇതേ രീതിയിൽ തന്നെ, ഇതേ ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെ ദൈവത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഇതേ ലോജിക്ക് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഒരാളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒന്നുകിൽ പാരഡൈസോ എല്ലോ ആയിരിക്കും. ഇപ്പോൾ ഒരാൾ ഹെല്ലിലേക്ക് ആക്കിയിട്ട് ഗോഡ് അതിന്റെ റീസൺസ് നമ്മളോട് പറയാണ്, അതായത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അയാൾ ഹെല്ലിലേക്ക് പോകുന്നത് എന്ന് പറയാണ്. പക്ഷെ ആ റൂള് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പറയാം ദാറ്റ് ഈസ് അൺജസ്റ്റ് നമുക്ക് പറയാം. പക്ഷെ ഇസ്ലാമിന്റെ കേസിൽ യു കനോട്ട് മേക്ക് ദാറ്റ് ആർഗ്യുമെന്റ്. കാരണം റൂൾ നമ്മളോട് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് പാലിച്ചിട്ടും അതിനെ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് അൺജസ്റ്റ്. അതായത് ഒരാൾ പാരഡൈസിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഹെല്ലിലേക്ക് പോകുന്നതോ അത് പ്രീ ഡിറ്റർമൈൻഡ് ആണ് എന്നുള്ളതുകൊണ്ടല്ല അത് ഇൻജസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ അൺജസ്റ്റ് ആവുന്നത്. അത് നമുക്ക് തന്ന പ്രോമിസിനെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് റൂള് തന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് റൂള് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അൺജസ്റ്റ് അല്ല. ഇനി റൂള് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫോളോ ചെയ്തിട്ടില്ലാത്തതിന്റെ ബേസിൽ നമ്മുടെ ഹെല്ലിലേക്ക് അയക്കുന്ന ഒരു തെറ്റല്ല, കാരണം ആ പ്രോമിസിനെ അവിടെ വയലേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഫോളോ ചെയ്തിട്ടും നമ്മൾ ഫോളോ ചെയ്യുന്നതിനനുസരിച്ചല്ല നമ്മൾ റിസൾട്ട് വന്നത്, റിസൾട്ട് വാസ് റാൻഡം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് അൺജസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇത് നമുക്ക് അൺജസ്റ്റ് ആണെന്ന് പറയണമെങ്കിൽ യു ഹാവ് ടു റീച്ച് ദാറ്റ് സ്റ്റേജ്. ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് നമ്മളോട് പ്രോമിസ് ചെയ്തതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് റിസൾട്ട് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നെസസറിലി അൺജസ്റ്റ് ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. അതിന് യു ഹാവ് ടു റീച്ച് ദാറ്റ് സ്റ്റേജ്. അല്ലാതെ ഇപ്പോഴത്തെ സ്റ്റേജിൽ യു കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് അൺജസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുപോലെ അത് പ്രീ ഡിറ്റർമിൻഡ് ആയി എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അത് അൺജസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഇൻകൺസിസ്റ്റന്റ് ഇൻ മെനി തിങ്സ് വിച്ച് യു ആർ ഡൂയിങ് ഇൻ യുവർ ഡെയിലി ലൈഫ്.
ഇനി ചിലർ ഈ രീതിയിലൊക്കെ വാദിക്കുന്നത് കാണാം. അതായത് ദൈവം എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ല ഈ പറയുന്ന റൂൾസ് ഒക്കെ ഉണ്ടാക്കിയത്. അതായത് റൂൾസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ, എൻ്റെ സമ്മതം വാങ്ങണ്ടേ. ഈ റൂള് ഫോളോ ചെയ്യാമെന്ന് ഞാൻ എവിടെയും എഗ്രി ചെയ്തിട്ടില്ല. എന്നോട് ചോദിക്കാതെ ഈ റൂൾസ് ഒക്കെ ഉണ്ടാക്കുക, എന്നിട്ട് ഞാൻ ഈ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ശിക്ഷിക്കുക. ഇതൊന്നും മോറലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റൂൾസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ സമ്മതം വാങ്ങണം, എന്നോട് ചോദിക്കണം. ഞാനായിട്ട് തീരുമാനിച്ച് എനിക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഈ റൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ബേസിസിൽ എന്നെ ഹെൽഫെയറിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻജസ്റ്റിസ് ആണ്. ഈ രീതിയിൽ ഒരാൾ വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കുന്നത് എന്താ? അള്ളാഹു എന്ന് പറയുന്നത് വെറുതെ ഏതെങ്കിലും ഒരു റാൻഡം ഇൻഡിവിജ്വൽ അല്ല. ഹീസ് റബ്ബുൽ ആലമീൻ. ഈ സർവ്വചരാചരങ്ങളുടെയും മാസ്റ്ററാണ് അള്ളാഹു. എൻ്റെ അടക്കം, എൻ്റെ ശരീരമടക്കം, എൻ്റെ ഇച്ഛകളടക്കം, എൻ്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ അള്ളാഹു ആണ്. ഐ എം നോട്ട് ഹിസ് മാസ്റ്റർ, ഐ എം ഹിസ് സെർവൻറ്റ്, അല്ലെങ്കിൽ ഐ എം ഹിസ് സ്ലേവ്. ഞാൻ അബ്ദുള്ളയാണ്. ഐ എം എ സ്ലേവ് ഓഫ് അള്ളാഹ്. എ മുസ്ലിം ഇസ് എ സബ്മിറ്റഡ് ടു അള്ളാഹ്, എ സബ്മിറ്റഡ് ടു ദ വിൽ ഓഫ് അള്ളാഹ്. ഇത് എഗ്രി ചെയ്യുന്ന ഒരാളാണ് ഒരു മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആണ് എല്ലാത്തിൻ്റെയും മാലിക്. ഈവൻ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൻ്റെ പോലും മാലിക് അള്ളാഹു ആണ്, മാലിക് യൗമുദ്ദീൻ. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് അള്ളാഹു ആണ്. നന്മയും തിന്മയും വിവച്ഛേദിക്കുന്നത് അള്ളാഹു ആണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് നോ ലോജിക്കൽ റീസണിങ് ടു സേ ദാറ്റ് എൻ്റെ സമ്മതം ചോദിച്ചിട്ട് ഗോഡ് എന്നോട് റൂൾ ഉണ്ടാക്കിയില്ല എന്ന് പറയാനുള്ള യാതൊരു ലോജിക്കൽ റീസണിങ് ഇല്ല. കാരണം ഗോഡ് ഈസ് ഓൾ നോയിങ്, എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അതുപോലെ ഐ ഹാവ് ലിമിറ്റേഷൻസ്. അപ്പോൾ ആ ഒരു മുസ്ലിം കരുതുന്നത് എന്താ? ഞാനൊരു ഡിപ്പെൻഡൻറ്റ് ബീയിങ് ആണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞാനല്ല ഈ കാര്യം തീരുമാനിക്കാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. ഐ വിൽ സബ്മിറ്റ് ടു ദ വിൽ ഓഫ് അള്ളാഹ് ബിക്കോസ് ഹീ ഈസ് ഓൾ നോയിങ്, ഹീ ഈസ് ഓൾ പവർഫുൾ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം there is no logical reasoning for him to say that God didn't ask his permission. നിങ്ങളുടെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം he is your master and what he says is right or wrong. അപ്പം അതുകൊണ്ട് ആ പറയുന്ന കമാൻഡുകളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ദ ഓൺലി ലോജിക്കൽ പോസിബിലിറ്റി. അല്ലാതെ ഇപ്പം വേണമെങ്കിൽ അയാളുടെ ഡിസയർ കൊണ്ട് അയാൾക്ക് അത് ഡിസോബേ ചെയ്യാമെന്നല്ലാതെ എന്നോട് ചോദിച്ചില്ല, പറഞ്ഞില്ല എന്നുള്ളതൊന്നും ഇതൊരു റീസൺ അല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എഗ്രി ചെയ്യുന്ന, ഇത് ഫോളോ ചെയ്യാതിരിക്കാനുള്ള ലോജിക്കൽ റീസണിങ് ഒന്നുമില്ല. എന്നാൽ അതേസമയം ഇതൊക്കെ റിജക്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദൈവമേ ഇല്ല എന്ന് പറയുന്ന ഒരാൾ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, ഇനി അഥവാ ദൈവം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറയുന്ന പോലെ, ഞാൻ വിശ്വസിക്കുന്ന പോലെ എന്നെ സെർവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമാണ്. അവിടെ ആരാണ് ദൈവം, ആരാണ് സെർവൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇനി ആഫ്റ്റർ ലൈഫ് ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഇനി അഥവാ ആ ഒരു ആഫ്റ്റർ ലൈഫ് തന്നെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടണം, എനിക്ക് സഫറിംഗ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, എനിക്ക് പ്ലഷറാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എനിക്ക് ഇവിടെ കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. പിന്നെ അതുപോലെ നന്മയും തിന്മയും ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ദൈവമല്ല തീരുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ കമാൻഡൊന്നും മോറലായിട്ടുള്ള കമാൻഡ് അല്ല. നന്മയും തിന്മയും തീരുമാനിക്കുന്നത് ഞാനാണ്, എൻ്റെ ഫീലിങ്സ് ആണ്, എനിക്ക് തോന്നുന്നതാണ്, എൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ കമാൻഡ്സിനെ റിജക്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹീ ഷുഡ് എക്സ്പെക്ട് നത്തിങ് ആഫ്റ്റർ ലൈഫ്, ആഫ്റ്റർ ഹിസ് ഡെത്ത്. പക്ഷേ അയാളുടെ ജഡ്ജ്മെൻറ്റിന് കോൺട്രറി ആയിട്ടാണ് റിയാലിറ്റി എന്നുണ്ടെങ്കിൽ, അയാൾ നിഷേധിച്ച കാര്യങ്ങളാണ് സത്യം എന്നുണ്ടെങ്കിൽ, അയാൾ ഹെൽഫെയറിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി എന്നുണ്ടെങ്കിൽ, ദെൻ ഹി ഹാസ് നോ റൈറ്റ് ടു സേ ദാറ്റ് ഈസ് ഇൻജസ്റ്റിസ്. കാരണം യു ഡിനൈഡ് എവറിത്തിങ്. നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടാണ് നിങ്ങൾ ഡിനൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. നിങ്ങൾ ഹെൽഫെയറിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അത് ഇൻജസ്റ്റിസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതാണ് ഈ രീതിയിൽ വാദിക്കുന്ന ആൾക്കാർ അവർ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തോളൂ. പക്ഷെ അവസാനം ഹെൽഫെയറിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് വരരുത്. കാരണം നിങ്ങളത് ഓൾറെഡി റിജക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഹെൽഫെയറിന് പണിഷ്മെന്റ് കിട്ടി എന്നുള്ളത് യു ഷുഡ് എക്സ്പെക്ട് ദാറ്റ് ബിക്കോസ് യു റിജക്റ്റഡ്, യു ഡിസ്മിസ്ഡ് ഇറ്റ് ബൈ സെയിങ് ദാറ്റ് ഇറ്റ്സ് ഫോൾസ്. അപ്പോൾ ഇതാണ് ഡിവൈൻ പ്രീഡെസ്റ്റിനേഷനും അതുപോലെ ജസ്റ്റിസും, അതായത് ദൈവത്തിൻ്റെ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമായിട്ട് നമ്മൾ സംസാരിച്ചത്. ഇനി മറ്റൊരു വീഡിയോയിൽ ഡിവൈൻ പ്രീഡെസ്റ്റിനേഷനും ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയും സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ കുറച്ച് വിശദമായിട്ട് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.